സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം. ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ്. ഏകാംഗ വ്യാപാരത്തിന്റെ പ്രാധാന്യം, അതിന്റെ പ്രത്യേകത, അതിന്റെ ഡിമെറിറ്റ്. ഡിമെറിറ്റ് എന്താ? പോരായ്മകൾ. അതിനൊപ്പം ഇതായിട്ട് താഴ്ത്തത് എങ്ങനെയാണ് ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ്. ഓക്കെ, താഴെ രണ്ടാമത്തെ കാര്യം പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ്. പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തം. മലയാളം പങ്കാളിത്തം, പങ്കാളിത്തത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് തീർക്കട്ടോ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. വ്യക്തത പഠിക്കാം. കുറെ ഒഴിവാക്കി, ഈ ചാനലിലൊക്കെ ഒരുപാട് ഒഴിവാക്കി. പങ്കാളിത്തത്തിന്റെ പ്രത്യേകത, പങ്കാളിത്തം, പങ്കാളിത്തത്തിന്റെ പ്രത്യേകത, ഫീച്ചേഴ്സ് കേട്ടോ. മൂന്നാമത് പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് ആൻഡ് കൺസെപ്റ്റുകൾ. കണ്ടന്റ് അല്ലേ കൺസെപ്റ്റ് എന്താണ്? പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് പറഞ്ഞാൽ പങ്കാളിത്ത കരാറ്, പങ്കാളിത്ത കരാറും അതിൽപ്പെട്ടവയും, പങ്കാളിത്ത കരാറും അതിൽപ്പെട്ടവയും. നാലാമത്തത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സ്ഥാപനങ്ങളിൽ. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേകത കേട്ടോ. സഹകരണ സ്ഥാപനങ്ങളിലെ സംഘങ്ങളൊക്കെ പറയാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഫീച്ചേഴ്സ്. Then joint stock company, joint stock company, stock company. ഇല്ല, ഒന്നുകൂടെ. Public company, private company. Public and private company. ഒന്നുകൂടി ഓക്കെ അല്ലേ? എന്നാ നോക്കിക്കോ, കേട്ടോ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഏകാംഗ വ്യാപാരം എന്നാണ് മലയാളത്തിൽ പറയാം. മലയാളത്തിൽ ഏകാംഗം എന്ന് പറയുകയാണെങ്കിൽ എന്താ മലയാളത്തിൽ? ഒരൊറ്റ ആളല്ലേ. ഒരാള് സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഏകാംഗ വ്യാപാരം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയി. ഓൺഡ് ആൻഡ് managed by a single person is called sole proprietorship. ഓക്കെ അല്ലേ? ഏകാംഗ വ്യാപാരം. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തുടങ്ങാൻ പറ്റും. എപ്പോ വേണമെങ്കിലും തുടങ്ങാം. ഒരാൾ മാത്രമേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടാം. ഇതിന്റെ ലാഭം മൊത്തം അയാൾക്ക് തന്നെയാണ്, നഷ്ടം മൊത്തം അയാൾ സഹിക്കണം. അതൊക്കെ അതിന്റെ പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏകാംഗ വ്യാപാരം, ഒരാൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതിന്റെ ഫീച്ചേഴ്സ് ഇതേ മോഡൽ തന്നെയാണ്. ഡിമെറിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നഷ്ട സാധ്യത മൊത്തം ആര് സഹിക്കണം? അയാൾക്ക് സഹിക്കണം അല്ലെ? വേറെ ആരെങ്കിലും വരുമോ? ഇല്ല. പിന്നെന്താ ഡിമെറിറ്റ് ഉണ്ടാവുക? മൂലധനം എന്തായിരിക്കും? കുറച്ച് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥാപനങ്ങളായിരിക്കും അല്ലെ? മൂലധനം ഇപ്പൊ ഒരു 2-5 ലക്ഷം ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മാക്സിമം പോയാൽ അത്ര ഉണ്ടാവുള്ളൂ. ഒരു 10-15 കോടി തുടങ്ങിയിട്ട് ഒരാൾ മാത്രം ബിസിനസ് തുടങ്ങുന്നവരുണ്ട്, പക്ഷെ ഇല്ല എന്ന് പറയില്ല. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ആലോചിച്ചാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ഷോപ്പ് ഒരാൾ ഷോപ്പായിരിക്കും ഉണ്ടാവില്ല അല്ലേ? പലചരക്ക് കട, പച്ചക്കറി കട, അതൊക്കെ ഒരാളെ തുടങ്ങുന്നതായിരിക്കും. അയാൾ തുടങ്ങിയിട്ട് അയാളെ അവസാനിപ്പിക്കുന്ന രീതിയിൽ രാവിലെ തുറക്കും, അയാളെ മാത്രമേ ഉണ്ടാവുക. അങ്ങനെയുള്ള ഷോപ്പുകളാണ് ഏകാംഗ വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ഡിമെറിറ്റുകൾ എന്താണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. രണ്ടാമത് എന്താ പറയുന്നത്? പാർട്ണർഷിപ്പ് അല്ലേ പറയുന്നത്? പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പങ്കാളികളാണ്, പങ്കാളികൾ, പാർട്ട്നേഴ്സ് ആണ് അല്ലെ? പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓർമ്മയുണ്ടോ? പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ പഠിച്ചില്ല? എന്താ? ആർക്കെങ്കിലും അറിയോ? പാർട്ട്ണർഷിപ്പിന് ആർക്കും അറിയില്ല. ഇറ്റ് ഈസ് എൻ അഗ്രിമെന്റ് കേട്ടോ. ഇറ്റ് ഈസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons എന്ന് പറയുകയാണെങ്കിൽ എന്താ? അതിലധികമോ ആളുകൾ കൂടിയിട്ടുണ്ടാക്കുന്ന ഒരു രേഖയാണ്. പിന്നെ പറയുന്നുണ്ട് 2 or more persons who are acting for all or all for acting for one. അതായത്
എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് പങ്കാളിത്തം എന്ന് പറയുന്നത്. ഇത്ര പറഞ്ഞാൽ മതി. രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു രേഖ അല്ലെങ്കിൽ എന്താ പറയാ പ്രമാണം തയ്യാറാക്കിയിട്ട് ബിസിനസ് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് പങ്കാളിത്തം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? രണ്ടോ അതിലധികമോ ആളുകൾ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ പറയണം. കാരണം ഒരാൾ മാത്രമാണ് ഏകാംഗ വ്യാപാരമായി, രണ്ടാളുകളായ പങ്കാളിത്തമായി. ഒന്ന് ഞാനൊന്ന് വേറെ ആളുണ്ട് പാർട്ട്നേഴ്സ് ആയി. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടാളുകൾ ഉണ്ടാവും, തുടങ്ങാൻ എളുപ്പമാണ്, ക്യാപിറ്റൽ കൊണ്ടുവരാൻ എളുപ്പമാണ്, ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ പറയുന്നത് അതിന്റെ പാർട്ണർഷിപ്പിന്റെ പ്രമാണം പറയുന്നത്. പ്രമാണം എന്ന് പറയുന്നത് എന്താ? ഡീഡ്. ഡീഡ് ഓക്കെ. ഈ പ്രമാണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? എന്താ പ്രമാണം എന്ന് പറഞ്ഞാല് എഗ്രിമെന്റ് ആണ്, ഒരു പേപ്പർ ഉണ്ടാവും അല്ലെ? അപ്പൊ പാർട്ണർഷിപ്പ് ഞാനും വേറെ ആളും തുടങ്ങുകയാണ്, ഞങ്ങൾ രണ്ടാളും കൂടി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കിയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും അതില്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ണർഷിപ്പിന്റെ ഡീഡ്. അതായത് പങ്കാളിത്തത്തിന്റെ പ്രമാണത്തിന്റെ രേഖനെ പറയുന്ന പേരാണ് പങ്കാളിത്തത്തിന്റെ രേഖ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിന്റെ ഡീഡ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു രേഖയാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ അത് പാർട്ണർഷിപ്പിന്റെ ഡീഡാണ് എന്ന് പറയാം. അത് വാക്കാലാവാം, എഴുതി തയ്യാറാവാം, ഓറൽ ആവാം, റിട്ടേൺ ആവാം, അങ്ങനെയും പറയട്ടോ. ചില ആളുകൾ ആരും പറഞ്ഞു വെക്കുള്ളൂ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് രേഖകളൊന്നും വേണ്ട, ഞങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ആളുകളായ നമുക്ക് രേഖകളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഡീഡ് ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനും വേറൊരാള് എനിക്ക് അറിയില്ല, അയാൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഒരു പങ്കാളിത്തത്തിന് ഒരു കരാർ ഉണ്ടാക്കും. ആ കരാറിന് പറയുന്ന പേരാണ് എന്ത്? പാർട്ണർഷിപ്പിന്റെ ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറെ ഒരു 10-15 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ പേര് 15 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബിസിനസ് എന്ത് ബിസിനസ് ആണ്, ഏത് ടൈപ്പ് ബിസിനസ് ആണ്, എത്ര വലിയ ബിസിനസ് ആണ്, എവിടെയാണ് തുടങ്ങുന്നത്, ആരാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ പോയിന്റ്സുകൾ ഉണ്ട്. ആ പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. പിന്നെന്തായാലും കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ, സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ബിസിനസിന് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷെ ഈ സഹകരണ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്തല്ല? ലാഭം ഉണ്ടാക്കല്ല. സേവനം ചെയ്യാം. ആർക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്കല്ല, അവരുടെ മെമ്പേഴ്സിന്. അങ്ങനെ പറയാം കേട്ടോ. ജനങ്ങൾ എന്ന് പറയുമ്പോ സേവനം എന്ന് പറയാം. പക്ഷെ സഹകരണ സംഘങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് മെമ്പേഴ്സ് ആയുള്ള ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ? അവർ സേവനം ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടല്ലേ, ആ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെ അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ അക്കൗണ്ട് വേണം, വേണ്ടേ? ആ അക്കൗണ്ടുള്ള ആളുകൾക്ക് ലോൺ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പറയാം സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അവര് ലാഭത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അവരെ മെമ്പേഴ്സിന്റെ സേവനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. രണ്ട് കമ്പനി കൂടിയിട്ട് ഒരു കമ്പനി അല്ലേ, അതാണ് ജോയിന്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. രണ്ട് കമ്പനിക്ക് ഒരേ സ്റ്റോക്ക് ഉണ്ടാവും, അതാണ് ജോയിന്റ് സ്റ്റോക്ക്. നമുക്ക് പറയാം ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പക്ഷെ ഈ ചാപ്റ്ററിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ. ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, HUF കേട്ടോ. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയാം. ഇത് ഇന്ത്യയിലെ വളരെ കുറെ കാലം മുന്നുള്ള കണ്ടുവരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ബിസിനസ് ആണ് HUF എന്ന് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആള്, ഏറ്റവും മൂത്ത ആള്, അയാളെ വിളിക്കൽ എന്താണെന്നറിയോ? കർത്ത എന്നാ വിളിക്കുന്നത്. കേട്ടിണോ? രാമകർത്ത എന്നൊക്കെ ഉണ്ടായിട്ടില്ലേ? കർത്ത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട അവിടെയുള്ള ഏറ്റവും മുതിർന്ന ആളെ നമ്മൾ വിളിക്കല് കർത്ത. ഇത് ഇന്ത്യയിൽ കുറെ കാലം മുന്നേ, അതായത് ജന്മിമാരെ മുതലുള്ള ബിസിനസ്സാണ്. അവിടെ നടക്കൽ എന്താന്ന് വെച്ചാല് ഒരു ഫാമിലി, ആ ഫാമിലി എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണ്. നമ്മൾ ഈ മറ്റേ പപ്പടക്കല്ലേ, അതുപോലെ അച്ചാറ്, ചെറിയ ചെറിയ ബിസിനസ് ഉണ്ടാവില്ലേ? അച്ചപ്പ കേട്ടില്ലേ? അതുപോലെ ഉണ്ണിയെ പോലെ അങ്ങനത്തെ പഴയ ബിസിനസ്സുകളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ എന്താ ഉണ്ടാക്കല്? ഒരു വീട്ടിൽ നിന്നായിരിക്കും ഉണ്ടാക്കല്. ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും ആ ബിസിനസിന്റെ അംഗങ്ങളാണ്. അതാണ് HUF എന്ന് പറയുന്നത്, ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അവരെ ഏറ്റവും മുതിർന്ന ആളെ പറയല് കർത്താവാണ്. അതുപോലെ അതിലുള്ള ബാക്കിയുള്ള ആളുകളെ പറയുന്നത് കോ പാർട്ട്നേഴ്സ് എന്നാ വിളിക്കുക. ഇത് നമ്മളെ ഫോക്കസ് ഏരിയയിൽ ഇല്ല, പക്ഷെ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇതിന്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപാരമാണ് ഏകാംഗ വ്യാപാരം. ഓക്കെ,
It is owned and managed by a single person. Yes, അതിന്റെ ഫീച്ചേഴ്സ് എഴുതിക്കോ. അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് എഴുതിക്കോ. ഈസി ഫോർമേഷൻ, പെട്ടെന്ന് രൂപീകരിക്കാം. ഈസി ഫോർമേഷൻ. ഫീച്ചേഴ്സ് ഈസി ഫോർമേഷൻ, പെട്ടെന്ന് രൂപീകരിക്കാം, അല്ലെ എളുപ്പത്തിൽ രൂപീകരിക്കാൻ പറ്റും. അൺലിമിറ്റഡ് ലാബിലിറ്റീസ്. അൺലിമിറ്റഡ് ലാബിലിറ്റീസ്, ബാധ്യത ഉണ്ടായിരിക്കില്ല അല്ലെ. അനിശ്ചിത ബാധ്യത ഉണ്ടായിരിക്കും. അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ലാബിലിറ്റി. Third one, risk bearer. Unlimited liability. അനിശ്ചിത ബാധ്യത. അനിശ്ചിതല്ല, ബാധ്യത എന്ന് പറയാം. ബാധ്യത ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അയാളെ പൈസ എടുക്കണം, അയാളെ നഷ്ടമില്ലെങ്കിൽ ആളെ സഹിക്കണം. അപ്പൊ അനിശ്ചിതമാണ്, അങ്ങനെ പറയാം. Then risk bearer. നഷ്ടം എന്ത് ചെയ്യണം? സഹിക്കുന്ന ആളാണ്, ഉടമസ്ഥനാണെന്ന് പറയാം. റിസ്ക് ബിയറിംഗ്. ഉടമസ്ഥന്റെ അധികാരവും നിയന്ത്രണവും അല്ലെ ബിസിനസിന്റെ ആക്കിക്കോ. ഉടമസ്ഥന്റെ വെട്ടിട്ട് ബിസിനസ് ആക്കിക്കോ, അപ്പോഴേ റെഡി ആവുള്ളൂ. ബിസിനസിന്റെ അധികാരവും നിയന്ത്രണവും. The business have full control over the proprietor. Business have full control over the proprietor. ബിസിനസിന്റെ പൂർണ്ണ നിയന്ത്രണം അല്ലെങ്കിൽ അധികാരം ആർക്കായിരിക്കും? ഏകാംഗ വ്യാപാരിക്കായിരിക്കും. ഓക്കെ, എത്ര പോയിന്റായി? 5 എണ്ണായില്ലേ? 6 ആയിട്ടുള്ളൂ. ഒന്നുകൂടെ ആയിരിക്കും. 5 എണ്ണം പഠിച്ചു. It has no legal existence. It has no legal existence. That means separate from its owner. Separate from its owner. It has no legal existence. Separate from its owner. മലയാളം. ഉടമസ്ഥന്റെ അവധിയും, അതായത് ആള് ലീവ് എടുക്കുക, അവധിയും അസുഖങ്ങളും മുതലായവ സംഘടന അടച്ചുപൂട്ടലിന് കാരണമാവും. പണിക്കാരില്ലാത്തല്ലേ സോൾ കോർപ്പറേഷൻ പറഞ്ഞു. അങ്ങനെ പറ്റും. അതായത് നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മള് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള ആളുകളാണ് ഏറ്റെടുക്കല് അല്ലേ. അതായത് ബാങ്കിലൊക്കെ നിങ്ങൾ അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് അതിലൊരു ഫോം ഫില്ല് ചെയ്തില്ലേ, ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നോമിനി എന്ന് ചോദിച്ചിട്ട് ആരാന്ന് ചോദിക്കേണ്ടി. അപ്പൊക്കോ ഉമ്മക്കോ ഫ്രണ്ട്സിനോ അനിയനോ ആർക്കും വേണമെങ്കിലും കൊടുക്കാം, നമ്മളെ ഇഷ്ടമാണ് നോമിനി ആരെ വെക്കേണ്ടത്. ആ നോമിനി എന്ന് പറഞ്ഞ ആളുകൾക്കായിരിക്കും നമ്മളെ അക്കൗണ്ട് അയാൾ ആരും കൈകാര്യം ചെയ്യും. ഓക്കെ, രണ്ടാണ് പൈസ ഉണ്ടാവും, അല്ലാതെ ചെയ്യാനില്ല. അങ്ങനെ ഉണ്ട്, നമുക്ക് പറയാം. പക്ഷെ അതൊന്നും ആർക്കും അറിയില്ലല്ലോ. മെറിറ്റ് ഗുണങ്ങളല്ലോ. എങ്ങനെ സംഘടന അടച്ചുകൂട്ടലിന് കാരണമാവും. അതിന്റെ മെറിറ്റുകളായിരിക്കും. മെറിറ്റ് ഗുണങ്ങൾ. ക്വിക്ക് ഡിസിഷൻ, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയും അല്ലേ. ക്വിക്ക് ഡിസിഷൻ.
കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ. രണ്ടാമത്തത് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ, വിവരങ്ങളുടെ സ്വകാര്യത. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ, വിവരങ്ങളുടെ സ്വകാര്യത. ഡയറക്റ്റ് മലയാളം, വിവരങ്ങളുടെ സ്വകാര്യത. ഡയറക്റ്റ് ഇൻസെന്റീവ്, നേരിട്ടുള്ള പ്രോത്സാഹനം. പറയാണ് നേരിട്ട് തന്നെ പൈസ കിട്ടുന്നത്. ഡയറക്റ്റ് ഇൻസെന്റീവ്. നേരിട്ടുള്ള പ്രചോദനം. കാര്യനിർവഹണ ബോധം. കാര്യനിർവഹണ ബോധം. കാര്യനിർവഹണ ബോധം. ഈസി ഫോർമേഷൻ. നമ്മൾ നേരത്തെ ചെയ്തതന്നെ ഈസി ഫോർമേഷൻ. വേറെ ചെയ്താൽ പെട്ടെന്ന് രൂപീകരിക്കാം, എളുപ്പത്തിൽ രൂപീകരിക്കാം. ഈസി ഫോർമേഷൻ. ഫീച്ചേഴ്സ് തന്നെയാണ് മെറിറ്റിൽ വന്നത്. വേറെ നമ്മൾ പഠിച്ചത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഡിമെറിറ്റ് ഉണ്ടാവും അല്ലേ? ഡിമെറിറ്റ് എഴുതിക്കുന്നാല് കൊടുത്തില്ല. പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എഴുതിക്കോ. ലിമിറ്റഡ് റിസോഴ്സസ്, പരിമിതികൾ. ഡിമെറിറ്റ് അതന്നെ. ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ മുതൽ മുടക്ക് പരിമിതമായിരിക്കും. മുതൽ മുടക്ക് അതായത് ക്യാപിറ്റൽ പരിമിതമായിരിക്കും, അല്ലെ? കുറച്ചുണ്ടാവുള്ളൂ. ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് കൺസേൺ. ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് കൺസേൺ. സ്ഥാപനത്തിന്റെ ആയുർ ദൈർഘ്യം കുറവായിരിക്കും. സ്ഥാപനം കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇഷ്ടമല്ല ചെയ്താ എങ്ങനെ വേണമല്ലോ, ഇതാണ് പ്രശ്നമല്ല. ഇതൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണോ? ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണോ? അതാണ് എക്സ്പ്ലെയിൻ എങ്ങനെ ചെയ്യാം? വിശദീകരിക്കാൻ സിമ്പിളായിട്ട് മലയാളങ്ങൾ കൂടുതൽ മലയാളമുള്ള ആളുകളായതുകൊണ്ടോ എക്സ്പ്ലെയിൻസ് പറയാൻ എങ്ങനെ എഴുതാം. അതൊക്കെ പരിമിതി ആയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഈ ബിസിനസിന്റെ ആയുസ് വളരെ കുറവായിരിക്കും. കാരണം അത് ഏകാന്ത വ്യാപാരി ആയതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബിസിനസിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യണ്ടേ? മലയാളം ആയതുകൊണ്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് സിമ്പിളാണ്. ഇംഗ്ലീഷാണ് 2 3 ലൈൻ എഴുതിയാൽ മതി. മലയാളത്തിൽ എങ്ങനെയായിരിക്കും? ദ ഓണർ ഹാവ് എനിത്തിങ്, അല്ലെ? ഓണർ ഹാവ് ഇൻസിഡന്റ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഞാൻ പറയാം ലാസ്റ്റ് പറയാം. എക്സാമിന്റെ എഴുതേണ്ടതിന്റെ അവസാനം പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓണർ ഹാസ് അൺലിമിറ്റഡ് ലാബിലിറ്റി. ഓണർ ഹാസ് അൺലിമിറ്റഡ് ലാബിലിറ്റി. ബാധ്യത എന്തായിരിക്കും? അനിശ്ചിതമായതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അതായത് കൂടുതൽ അയാൾ പൈസ ഇറക്കി, എന്നും ബിസിനസ് നഷ്ടം, അയാൾ കയ്യിൽ നിന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോഴോ അയാൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതാണ് സമയം. അൺലിമിറ്റഡ് ലാബിലിറ്റി ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. ഭരണശേഷിയുടെ കുറവ്. ഭരണശേഷിയുടെ കുറവ്. ഭരണശേഷിയുടെ കുറവ്. ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. ഓക്കെ, മാനേജീരിയൽ എബിലിറ്റി. അപ്പൊ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്? ഏകാംഗ വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി.
ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു കൂട്ടുകുടുംബം മലയാളത്തിലാണെങ്കിൽ ഹിന്ദു കൂട്ടുകുടുംബം. ഹിന്ദു കൂട്ടുകുടുംബം HUF കൂട്ടുകുടുംബം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇല്ല പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചോദിക്കും. കാരണം ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ശ്രദ്ധിച്ചോ, 5 ഫോംസ് ആണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്, രണ്ടാമത്തെ HUF എന്താ, പാർട്ണർഷിപ്പ് എന്താ, പിന്നെ പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 4, അഞ്ചാമത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഈ 5 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അഞ്ചാമത് ജോയിന്റ് സ്റ്റോക്ക്, പിന്നെന്താ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഹിന്ദു കൂട്ടുകുടുംബം, പാർട്ണർഷിപ്പ്, ഏകാംഗ വ്യാപാരം. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ 5 കാര്യങ്ങൾ പഠിച്ചു ചാപ്റ്റർ ഫുള്ളാവും. അതിലൊന്ന് നമ്മൾ പഠിച്ചിട്ടോ. ഈ രണ്ടാമത്താണ് HUF. നിങ്ങളെ ഫോക്കസ് ചെയ്തില്ല എങ്കിലും എഴുതി വെച്ചോ, ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്നുള്ളത് എഴുതിക്കോ ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് ദ ഓൾഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പഴയ കാല ബിസിനസ് ആയിരുന്നു. ഇന്ത്യയിലെ പഴയ ഒരു ബിസിനസ് സമ്പ്രദായമായിരുന്നു ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്നുള്ളത്. ഇസ് ദ ഓൾഡസ്റ്റ്. ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയാൻ പറ്റൂല. കുടിൽ വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറെ കുടിൽ വ്യവസായമായിട്ട് നമ്മൾ മാറ്റം കുറച്ചുണ്ട്. ഈ പഴയ കാലത്ത് ഒരു വീട്ടിൽ ഒരു കാരണവർ ഉണ്ടാവും. ആ കാരണവർ എന്ന് പറയുന്ന ഒരു മൂത്ത ആളുണ്ടാവും. അയാൾ നമ്മൾ ഈ ബിസിനസ്സിൽ നടത്താനാ വിളിക്കല്. അയാൾക്കായിരുന്നു ഫുള്ള് പവർ. അയാളാണ് ബിസിനസ് മൊത്തം നോക്കിയുണ്ട്. പൈസ മൊത്തം അയാളെടുത്തുണ്ടാവില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ അതിൽ പാർട്ട്നേഴ്സ് ആണെന്ന് പറയും. ടോപ്പ് പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കല് അവർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഓൾഡസ്റ്റ് ഫോം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പഴയ ബിസിനസിന്റെ സമ്പ്രദായമായിരുന്നു ഓക്കെ. സെക്കൻഡ് പാരഗ്രാഫ്. Business are owned and managed by the business are owned and managed by the member of HUF. members of HUF. അംഗങ്ങളാണ്. ഈ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത് ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഫാമിലിയിലെ അംഗങ്ങളാണ്. ഇല്ല, പരീക്ഷയ്ക്ക് HUF ആരും പേരില്ല. നമ്മൾ ഫുൾ ഫോം എഴുതി വരും. ബിസിനസ്സിലുള്ള അംഗങ്ങൾ ആ ബിസിനസ്സിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്ന ആ ബിസിനസ്സിലുള്ള അല്ലെ ആ വീട്ടിലുള്ള ആ ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ള ആളുകളായിരിക്കും. എങ്ങനെയാണ് members of family is called. Then next paragraph. The business is controlled by the head of family. ഈ ബിസിനസ് കൈകാര്യം കൺട്രോൾ ചെയ്യാൻ എന്താ, ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത്, അങ്ങനെ പറയാം. ബിസിനസ് ഈ ബിസിനസ് നിയന്ത്രിക്കുന്നത് business is controlled the head of family. ആ ഫാമിലിയിലുള്ള ഒരാളാണ്. Who is the eldest? മൂത്ത ആൾ. Who is the eldest member? ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നിയന്ത്രിക്കുന്നത് ആ ഒരു ഫാമിലിയിലെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ്. എൽഡസ്റ്റ് member and he is called, അയാൾ എന്താ വിളിക്കുക, കർത്ത. and he is called കർത്ത. എങ്ങനെ എല്ലാവരും പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുണ്ട്. അവിടെ ഉണ്ട് മൈനർ ആയിട്ടുള്ള കുട്ടികളല്ലാണ്ട് ബാക്കിയുള്ള എല്ലാവരും. മൈനർ എന്ന് പറഞ്ഞാലേ 18 വയസ്സ്. പക്ഷെ അങ്ങനെ എല്ലാവരും പണ്ടൊക്കെ അത് വേറെ. നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ ഈ ബിസിനസ് ഒരുപാട് കണ്ടുവന്നതാണ്. കൂട്ടുകുടുംബ ബിസിനസ് എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ടാക്കും, എന്നിട്ട് അത് ഷോപ്പിലേക്ക് വെച്ചിട്ട് അങ്ങനെ ആ ലെവലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതുണ്ട്, പക്ഷെ പേര് മാറിയിട്ടുണ്ടെന്നുള്ളൂ. പഴയ ഒരു ഫാമിലി ബിസിനസ് ആയിരുന്നു. ഓക്കെ, അതൊക്കെ ഇതിൽ പെട്ടതാണ്. അതെ, ഈ അവരെ വരെ നമ്മൾ പറയാറില്ല
എന്താ പറയാ അവർക്ക് എന്തൊരു പേര് പറയാം കുശവന്മാർ കുശവന്മാര് അതുപോലെ ചെട്ടിയന്മാരെന്നൊക്കെ പറയാം ഓക്കെ മൂന്നാമത്തെ അതിന്റെ ഫീച്ചേഴ്സ് ഒന്നും വേണ്ടല്ലോ ഫീച്ചേഴ്സ് ചോദിക്കില്ല നമ്മൾ പറയാത്തതുകൊണ്ട് നമ്മളെ ഫോക്കസ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് വേണ്ട ഓക്കെ തേർഡ് വൺ മൂന്നാമത് പങ്കാളിത്ത അല്ലെ പാർട്ട്ണർഷിപ്പ് മൂന്നാമത് പാർട്ട്ണർഷിപ്പ് പങ്കാളിത്തം ഇല്ലാത്തതുകൊണ്ടാണ് എന്താന്നല്ലോ ഇനിയിപ്പോ അതിന്റെ ഗുണങ്ങൾ ഏതാന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി വരും നോക്കിയോട്ടോ ശ്രദ്ധിച്ചല്ലോ HUF-ന്റെ ഗുണങ്ങളോ ദോഷങ്ങളൊക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം ഗുണങ്ങൾ എഴുതുന്ന സമയത്ത് എഴുതാം ആ ഫാമിലിയിൽ എല്ലാവരും അതിന്റെ മെമ്പേഴ്സ് ആണ് അതിന്റെ ഏറ്റവും മുതിർന്ന ആള് കർത്തയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ആ ഫാമിലി മൊത്തമാണ് അതൊക്കെ അതിന്റെ പ്രത്യേകത ഈ ദോഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരാൾ മാത്രമേ കൺട്രോളിംഗ് ബാക്കിയുള്ള ആളുകളില്ല കൺട്രോളിംഗ് അല്ല പിന്നെ ബാക്കിയുള്ള ആളുകൾ കൺട്രോളിംഗ് അല്ലാത്തതുകൊണ്ട് ബിസിനസ് ചിലപ്പോൾ നഷ്ട സാധ്യത കൂടുതലാണ് കർത്തക്ക് എന്തില്ല അയാളുടെ ബിസിനസിനെ കുറിച്ച് അറിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ നഷ്ട സാധ്യത കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഇഷ്ടമുള്ള എങ്ങനെ വേണമെങ്കിലും എഴുതും മലയാളമായതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നില്ല എന്നൊക്കെ എഴുതാം പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് ജസ്റ്റ് അവിടെ എഴുതി വെച്ചോ പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Partnership is a relationship between two or more person who have agreed to share the profit of the business carried on by all agree to share the profit carried on by all or any one of them acting for all carried on by all or any one of them acting for all മലയാളം ബിസിനസ്സിലെ ലാഭം വീതം വെക്കാം എന്ന ഉടമ്പടിയോട് കൂടി ബിസിനസ്സിലെ ലാഭം മാത്രമേ നഷ്ടമായല്ലോ ബിസിനസ്സിലെ ലാഭനഷ്ടങ്ങൾ ബിസിനസ്സിലെ ലാഭനഷ്ടങ്ങൾ വീതം വെക്കാം എന്ന ഉടമ്പടിയോട് കൂടി വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസിന്റെ രൂപമാണ് പങ്കാളിത്തം ആക്ടിംഗ് ഫോർ ഓൾ വ്യക്തികൾ ഒരുമിച്ച് നടത്തുന്ന ബിസിനസിന്റെ രൂപമാണ് ഒരുമിച്ച് നടത്തുന്ന ബിസിനസിന്റെ രൂപമാണ് പങ്കാളിത്തം ഓക്കെ പാർട്ണർഷിപ്പ് ഇങ്ങനെ പറയട്ടോ പാർട്ണർഷിപ്പ് എന്ന് പറയാൻ ടു ഓർ മോർ പേഴ്സൺ ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ഈക്വൽ ഓർ ഇങ്ങനെ ബൈ ദ പ്രൊപ്പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അക്കൗണ്ടൻസിൽ ഇങ്ങനെ പറയാം അക്കൗണ്ടൻസിൽ ബൈ ദ പ്രൊപ്പോർഷൻ എന്ന് പറയും കാരണം എന്താ അറിയോ അവിടെ റേഷ്യോ വെച്ച് കാൽക്കുലേഷൻ ഒക്കെ പറയും റേഷ്യോ വെച്ച് എന്ന് പറയുന്നത് ഒരാളിപ്പോ 10,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു എ എന്ന് പറഞ്ഞ ആള് ബി എന്ന് പറഞ്ഞ ആള് സി എന്ന് പറഞ്ഞ ആള് ബിസിനസ് ഉണ്ട് വിചാരിച്ചു 3 ആളുള്ള ബിസിനസ്സാണ് അപ്പൊ അവിടെ എന്തായാലും പാർട്ണർഷിപ്പ് ആയില്ലേ ഈ 3 ആളും ക്യാപിറ്റൽ കൊണ്ടുവന്നു എ എന്ന് പറഞ്ഞ ആള് 10,000 കൊണ്ടുവന്നു ബി എന്നുള്ള ആള് 20,000 കൊണ്ടുവന്നു സി എന്ന് പറഞ്ഞ ആള് 30,000 കൊണ്ടുവന്നു മൊത്തം ക്യാപിറ്റൽ എത്രയാണ് 5 1 6 അല്ലേ 60,000 ക്യാപിറ്റൽ ആണ് മൊത്തം ഈ 60,000 ക്യാപിറ്റലിൽ എല്ലാവർക്കും ഒരുപോലെ പ്രോഫിറ്റ് മതിയാവോ ഓരോ കാരണം എന്താ ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടുവന്ന ആളുണ്ടല്ലേ അപ്പൊ അയാൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം അതിൽ കുറച്ച് കൊണ്ടുവന്നിട്ട് കുറച്ച് കൊടുക്കണം അതിൽ ഏറ്റവും കുറവുള്ളതിന് ഏറ്റവും കുറവ് കൊടുക്കണം അങ്ങനല്ലേ അതിന് നമ്മൾ എന്തിന്റെ അക്കൗണ്ടൻസി +2 നിങ്ങൾ പഠിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റേഷ്യോ എന്ന് പറയുന്നത് പഠിക്കുന്നുണ്ട് ബിസിനസ് അക്കൗണ്ടൻസിയിൽ നിങ്ങൾ 2ാമത്തെ ചാപ്റ്റർ മുതൽ ഇതാണ് പഠിക്കുന്നത് പാർട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റുകൾ എന്താ പറയാ
ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോന്നും എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും കൊണ്ടുപോകുന്ന ഓരോ വീതം ഇങ്ങനെ പിരിച്ച് മാറ്റി കൊടുക്കണം. അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടുവിൽ. അപ്പം അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാം, ഇത് പാർട്ണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, ഒരു 2 അല്ലെങ്കിൽ അധികം ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും ആ കരാർ എന്തിനു വേണ്ടിയിട്ടാണ്, ലാഭമാണെങ്കിൽ ലാഭം കൊടുക്കുക, നഷ്ടമാണ് നഷ്ടം സഹിക്കുക എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണിത് പാർട്ണർഷിപ്പ്, പങ്കാളിത്തം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം അങ്ങനെ. ഓക്കെ, റെഡി അല്ലേ? ഇനി അതിന്റെ എന്താ വേണ്ടി, പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എഴുതിക്കോ. എന്താ വേണം? ഫീച്ചേഴ്സ് എന്തൊക്കെ ഉണ്ടാവാം? രൂപീകരണം എങ്ങനെയായിരിക്കും? വ്യക്തികൾ എങ്ങനെ രൂപീകരിക്കുക? പങ്കാളി അല്ലേ? എഴുതിക്കോ. ഫോർമേഷൻ ഇതന്നെ കണ്ടന്റ് പാർട്ണർഷിപ്പിന്റെ ഡീലാണ്. പാർട്ണർഷിപ്പിന്റെ വെറൈറ്റി താഴെ പറയുന്നത് ഫോർമേഷൻ വെറൈറ്റിയോടെ താഴെ പറയുന്നത് അങ്ങനെയല്ല. അതിന്റെ ഫീച്ചേഴ്സ് ആണ്. എഴുതിക്കോ. പാർട്ണർഷിപ്പിന്റെ രൂപീകരണം എങ്ങനെയാണെന്ന് എഴുതിക്കോ. നേരെ താഴെക്കോ. ഫോർമേഷൻ, രൂപീകരണം എഴുതാം. It come to existence through the legal agreement. അത്ര മതി. Through the legal agreement. പങ്കാളിത്ത അല്ലെങ്കിൽ പങ്കാളി ബന്ധം നിയന്ത്രിക്കുന്നത് എങ്ങനെയായിരിക്കും അറിയോ? ഒരു വ്യവസായത്തിൽ എങ്ങനെയായിരിക്കും? മലയാളം It come to existence through the legal agreement. നിയമ കരാറിലൂടെ മാത്രമേ പങ്കാളിത്തം അല്ലെങ്കിൽ പങ്കാളിത്തത്തിന്റെ ബിസിനസ് തുടങ്ങാനാവൂ. നിയമ കരാറിലൂടെ മാത്രമേ ബിസിനസ് നിലവിൽ വരൂ. അങ്ങനെ ഇരിക്കും. നിയമ കരാറിലൂടെ മാത്രമേ ബിസിനസ് നിലവിൽ വരൂ. അവിടെ പറയുന്നുണ്ട് കേട്ടോ, പാർട്ണർഷിപ്പ് ആക്ട് പറയുന്നുണ്ട്. അവിടെ എത്ര? 1932 അല്ലേ? 1932 പാർട്ണർഷിപ്പ് ആക്ട്. അത് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി അറിയോ? അതിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഡെഫിനിഷൻ നമ്മൾ പഠിക്കാനുള്ള വേണ്ട. എങ്ങനെ? നിയമ കരാറിലൂടെ മാത്രമേ ബിസിനസ് നിലവിൽ വരുള്ളൂ. അതിന്റെ പ്രത്യേകത കേട്ടോ, ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ലാബിലിറ്റി അല്ലേ? ലാബിലിറ്റി എങ്ങനെയായിരിക്കും? അവിടെ അൺലിമിറ്റഡ് ലാബിലിറ്റി. അനിശ്ചിത ബാധ്യത. അനിശ്ചിത ബാധ്യത. അൺലിമിറ്റഡ് ലാബിലിറ്റി. റിസ്ക് ബിയറിംഗ്. നെക്സ്റ്റ് വൺ, റിസ്ക് ബിയറിംഗ്, നഷ്ടസാധ്യത. പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർഡ് ബൈ പാർട്ട്നേഴ്സ് ഈക്വലി. പാർട്ട്നേഴ്സ് ഈക്വലി ഓർ അഗ്രീഡ് റേഷ്യോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈക്വലി ഓർ അഗ്രീഡ് റേഷ്യോ. റിസ്ക് ബിയറിംഗ് എന്ന് പറയുകയാണെങ്കിൽ രണ്ടാൾക്കും തുല്യമായിട്ടും അല്ലെങ്കിൽ ആനുപാതത്തിൽ വീതിക്കുന്നു. തുല്യമായിട്ടോ അല്ലെങ്കിൽ ആനുപാതികമായി വീതിക്കുന്നു. മലയാളം. റിസ്ക് ബിയറിംഗ് നഷ്ടസാധ്യത തുല്യമായിട്ട് ചിലപ്പോൾ എന്ത് വരും? സഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു അനുപാതം വെച്ചിട്ട് വീതിക്കപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. തീരുമാനവും നിയന്ത്രണവും. ആരായിരിക്കും? രണ്ടാളോ? ഓക്കെ. തീരുമാനവും നിയന്ത്രണവും. മെമ്പർഷിപ്പ്. നെക്സ്റ്റ് വൺ, മെമ്പർഷിപ്പ്. മിനിമം 2, മാക്സിമം എത്ര? മാക്സിമം നമ്പർ ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് ഇൻഡസ്ട്രി. അവിടെ പറയുന്നുണ്ടോ മാക്സിമം എത്ര എന്നുള്ളത്? 20. മിനിമം നമ്പർ ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് ദ 2. മാക്സിമം 10 മുതൽ 20 എന്നൊക്കെ പറയണേ. അത് ബാങ്കിങ് മേഖലയാണ്.
അങ്ങനത്തെ എത്ര മിനിമം 2, അതായത് പരമാവധി പരമാവധി എത്ര പറ്റുക? ഓക്കെ. അതങ്ങനെ നെയ്തണ്ട, അങ്ങനെ നെയ്തണ്ട. അത് നമുക്ക് വേറെ പറയുന്നുണ്ട്, അടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. എത്ര പോയിന്റ് ആയി? 5. ഓക്കെ. ഇനി അതിന്റെ മെറിറ്റ് ഉണ്ടോ? അതിന്റെ ബുക്കിലുണ്ടോ? എന്തോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ടെക്സ്റ്റിലുണ്ട്, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞില്ല. ഒരു കാര്യം ലിമിറ്റേഷൻ ഡീമെറിറ്റ് ആണ് എഴുതി വെച്ചത്. ഡീമെറിറ്റ് ലിമിറ്റേഷൻ എന്ന് പറയാം. ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്, പോരായ്മകൾ, പരിമിതികൾ എന്നൊക്കെ പറയും. അതന്നെ അൺലിമിറ്റഡ് ലാബിലിറ്റി, അനിശ്ചിത ബാധ്യത, ചില സമയത്ത് പ്രശ്നമാവും. അനിശ്ചിത ബാധ്യത, ബാധ്യത അവിടെ പറയുന്നില്ല. ശരിക്കും ഒരു ബാധ്യത പറയാൻ ഇപ്പൊ പറയാണ് ക്യാപിറ്റലി 1 ലക്ഷം വരെ നമുക്ക് ബിസിനസ്സിൽ ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായാലും ബാധ്യത 1 ലക്ഷത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ കടലെടുക്കണം. ഇവിടെ അങ്ങനെ പറയുന്നില്ല. പൈസ ഇങ്ങനെ ഇറക്കുന്നുണ്ട്, ലാഭം ഇങ്ങനെ കൂടുന്നുണ്ട്, ലാഭം എത്രയാണെന്ന് പറയുന്നില്ല. അങ്ങനെ ആവുമ്പോൾ ബാധ്യത വരും, കടം വരാൻ സാധ്യതയുണ്ട്. അതാണ് ഉദ്ദേശം. ലിമിറ്റഡ് റിസോഴ്സ്, പരിമിതി, മൂലധനം, അതായത് പരിമിതമായ മൂലധനം. ലിമിറ്റഡ് റിസോഴ്സസ്, പരിമിതമായ മൂലധനം. തേർഡ് വൺ, പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്, തർക്കത്തിനുള്ള സാധ്യത. അല്ലെ, പ്രശ്നമാണ് അല്ലേ, ചില സമയത്ത് പാർട്ട്നേഴ്സ്, ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, തുടർച്ചയില്ലായ്മ. ലാക്ക് ഓഫ് തുടർച്ച ഉണ്ടാവില്ല. ഇപ്പൊ പാർട്ട്നേഴ്സ് പിരിച്ചുവിടുകയാണെങ്കിലോ, 4 ആൾ തുടങ്ങിയിട്ടുള്ള ബിസിനസ് 3 ആൾ പറയുകയാണെന്ത് ഞങ്ങളതിന്റെ കൂടി ബിസിനസ് ചെയ്യാനില്ല എന്ന് പറയാണ്ട് ആ പാർട്ട്ണർഷിപ്പ് പിരിച്ചുവിടണം. ഒരാൾ പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? അയാൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആളുകൾ ഓക്കെ ആണെങ്കിലേ കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. 3 ആൾക്ക്, ഞാനും ഇവിടെ ഉള്ള 2 ആൾ കൂടി ബിസിനസ് തുടങ്ങുകയാണ്, ഞാൻ പറയുകയാണെങ്കിൽ അവർ പറയുകയാണ് എന്തില്ല, ഞാൻ ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സ്പോട്ടിൽ എന്തെങ്കിലും ആ ബിസിനസ് അവിടെ പിരിച്ചുവിടണം, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ കേട്ടോ. അത്ര മതി. പിന്നെ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ആയിട്ട് പറയണോ? ഒക്കെ ശരിയല്ലേ? ഇല്ലല്ലോ. ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് പറഞ്ഞില്ലല്ലോ. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഞാൻ വായിക്കട്ടോ. ഇതെന്താ പാർട്ട്ണർഷിപ്പ് ഡീഡ്? എന്താ ഞാൻ പറയാൻ പോവാ? പങ്കാളിത്ത പ്രമാണം. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉടമ്പടിയില്ലേ? അത് വായിക്കട്ടോ, ശ്രദ്ധിച്ചോ. The written agreement which specifies the terms and conditions of governing the partnership is called partnership deed. അതായത് റിട്ടൺ അഗ്രിമെന്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടോ. റിട്ടൺ അഗ്രിമെന്റ് വിച്ച് സ്പെസിഫൈ, എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസോട് കൂടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് എന്ന് പറയുന്നത്. പങ്കാളിത്തത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ഉൾപ്പെടുത്തി എഴുതിപ്പെട്ട കരാറിനെ, എഴുതി തയ്യാറാക്കപ്പെട്ട കരാറിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. അതായത് ഉണ്ടോ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണല്ലേ? എന്തെങ്കിലും ഒന്ന് അണ്ടർലൈൻ ചെയ്തോ? വോയിസ് മാത്രമേ ഉള്ളൂ. ഡീഡ് എന്താണെന്ന് പറയണോ? ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടർലൈൻ ചെയ്താൽ മതി. ഫസ്റ്റത്തെ ചാപ്റ്റർ മാത്രമേ കുറച്ച് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, ഏകദേശം ഒക്കെ ഉണ്ട്. ഞാൻ അണ്ടർലൈൻ ചെയ്യാം, പറഞ്ഞ അണ്ടർലൈൻ ചെയ്താൽ മതി. ഒന്നുകൂടി പറയാം. ഓക്കെ കേട്ടോ. അതായത് ശ്രദ്ധിച്ചോ, ഞാൻ പറയാൻ പോവാണ്. പങ്കാളിത്തത്തിന്റെ കരാറല്ല വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനും എന്ത് ചെയ്യുന്നുണ്ട്, വേറെ 2 ആളുകൾ കൂടിയിട്ട് എന്ത് ചെയ്യാം, അപ്പൊ ഈ ക്ലാസ്സില് 2 ആളുകൾ കൂടിയിട്ട്, ഇപ്പൊ ഞാനും വേറെ 2 ആൾ കൂടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ആ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറെ വ്യവസ്ഥകൾ പറയും. വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയുന്നത്? എത്ര മണിക്ക് തുടങ്ങണം, എവിടെ തുടങ്ങണം, എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം, ആരൊക്കെ വേണം, എന്നൊക്കെ വ്യവസ്ഥകളാണ്. ആ പറയുന്ന വ്യവസ്ഥകൾ മുഴുവൻ ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിൽ, അതായത് അതാണ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞത്, ആ പേപ്പറിൽ എഴുതി തയ്യാറാക്കപ്പെട്ടിട്ട് അതിൽ ഞങ്ങൾ എല്ലാവരും സൈൻ ചെയ്തിട്ട് ആ വ്യവസ്ഥ അനുസരിച്ച് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് പാർട്ണർഷിപ്പിന്റെ ഡീഡ് എന്ന് പറയുന്നത്. ശരിക്കും പറയുന്നുണ്ട് കേട്ടോ. എഗ്രിമെന്റ് വെച്ച് സ്പെസിഫൈ ഒരു എഗ്രിമെന്റ് ആണ്, അതിന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എന്താ സ്പെസിഫൈ ചെയ്യുന്നത്? ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഞങ്ങൾ തമ്മിലുള്ള ടേംസുകൾ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കണ്ടീഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഗവേൺ ദ പാർട്ണർഷിപ്പ്. അതാണ് പാർട്ണർഷിപ്പിൽ എന്ത് ചെയ്തത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈസ് കോൾഡ് ദ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാർട്ണർഷിപ്പിന്റെ ഡീഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബുക്കിലാണ് ഉണ്ടാവുമല്ലോ അല്ലെ? എന്താണ് ബുക്കിൽ? എന്താണ് എന്താ ഇംഗ്ലീഷിൽ എന്താണ് ബുക്കിൽ? നെസസറി ടു ഓറൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഴുതി തയ്യാറാക്കപ്പെട്ടതോ അല്ലെങ്കിൽ വാക്കാല ആയിട്ടാവാം. അതിന് പറയുന്നതാണ് പാർട്ണർഷിപ്പിന്റെ ഡീഡ് എന്ന് പറയുന്നത്. മലയാളം പറയണം ഒന്നുകൂടി ശ്രദ്ധിച്ചോ, ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോ നോക്കിക്കോ. പാർട്ണർഷിപ്പിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വ്യവസ്ഥകളും, വ്യവസ്ഥകൾ എന്ന് പറയാൻ എന്താ മനസ്സിലായപ്പോ? വ്യവസ്ഥകൾ എന്ന് പറയാൻ എന്താ, ഞങ്ങള് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ താഴെ പറയുന്നുണ്ട്. വ്യവസ്ഥകൾ എന്തൊക്കെയാണ് താഴെ പറയുന്നത്? പാർട്ണർഷിപ്പ് ഡീഡ് ജനറലി ഇൻക്ലൂഡ് ദ ഫോളോയിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് താഴെ കൊടുക്കുന്നുണ്ട്. അത് എന്തൊക്കെ നോക്കിയാൽ മതി, വ്യവസ്ഥകൾ എന്തൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിക്കോ, പാർട്ണർഷിപ്പിന്റെ ഞങ്ങൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള വ്യവസ്ഥകൾ എല്ലാ കാര്യങ്ങളും അത് എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു രേഖക്ക് പറയുന്ന പേരാണെന്ത്? പാർട്ണർഷിപ്പിന്റെ ഡീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതെ ചില സമയത്ത് എന്താ പറയുക, ചായ കുടിച്ചാൽ ചോറൊക്കെ ഉച്ചക്ക് ചില ക്ലാസ്സൊക്കെ അങ്ങനെ ആയിരിക്കില്ല. ചോറ് കൂടുതൽ നിന്നിട്ടാണ് കുറച്ചുണ്ടാവും പറയും. അഞ്ചെണ്ണൊക്കെ നിന്നാ ഉറക്കും. അങ്ങനെ ഒന്നേ നിന്നിട്ടുള്ളൂ. അല്ല, രണ്ടെണ്ണം ഉള്ളതിന് പകരം അഞ്ചെണ്ണം നിന്ന് ഉറക്കില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. അങ്ങനെയാണ്. റെഡിയായോ? ഓക്കെ അല്ലേ? നിങ്ങളെ പണ്ട് പോയതിനെ പോയി മാർച്ചിൽ പോയാ? മാർച്ചിൽ പോയാ? റമദാൻ കഴിഞ്ഞാൽ പോയാൽ പകുതി ആൾക്ക് പോയില്ലേ? വീട്ടിലെന്ത് പണിണ്ടായി? ഓൺലൈൻ ക്ലാസ് കേട്ടോ. ആരൊക്കെ കേട്ടോ ഓൺലൈൻ ക്ലാസ്? ഒരു ക്ലാസ് കേട്ട്, പിന്നെ ഒന്ന് രണ്ട് ക്ലാസ് കേട്ട്. വിക്ടേഴ്സിനാണോ? അല്ലല്ല, തേർഡ് പാർട്ടി ഇഷ്ടല്ലേ? അല്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് കളി? ആരാ പോയി? എന്ത് കളിക്കാ പോയി? നല്ല കാര്യമാണ്. കാരണം വെറുതെ ഉണ്ടല്ലോ, ഏതായാലും കേൾക്കില്ല. പിന്നെ എന്താ അല്ലേ? നോക്കിലെ കളിക്കുന്ന ആൾക്കാരുണ്ടോ? ഞാൻ പറയില്ല. കണ്ടില്ലേ? ആരാ പഠിക്കേ? യൂട്യൂബ് ചാനൽ ക്ലിക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും മതി, ഒരൊറ്റ വീഡിയോ ഉണ്ടായില്ലേ? ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ മതി. റീച്ചായി വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നല്ലേ? പിന്നെ അർഷാദ് ഞങ്ങൾ ട്യൂഷൻ എടുത്തു ബസ്സിന്. ആരാണ്? എന്താ പബ്ജിയോ അല്ലെ ബസ്സോ? ഉണ്ടായിപ്പോഴല്ല പണ്ട്. ഞാനൊന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോ. പാർട്ണർഷിപ്പിന്റെ ഡീഡിലെ കണ്ടന്റ്. ഇതെന്താ? ഇത് എഴുതിക്കോ, കണ്ടന്റുകൾ ഓക്കെ. അതിലുണ്ടോ ഡീഡികൾ കണ്ടോ? അതിന് കണ്ടന്റ് ആയിട്ടുണ്ടോ? നമ്മൾ എഴുതണ്ടോ? ശ്രദ്ധിച്ചോ?
കേട്ടോ, നോക്കിക്കോ. വ്യവസ്ഥകൾ എന്തൊക്കെയാ പറയുന്നത്? ഒന്നാമത്തത് നെയിം ഓഫ് ദ ഫോം അല്ലേ? നമ്മൾ പറഞ്ഞ വ്യവസ്ഥകളാണെന്ന് പറയില്ലേ? വ്യവസ്ഥകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? ഒന്നാമതായിട്ട് എന്താ വേണ്ടി? സ്ഥാപനത്തിന്റെ പേര് നിർബന്ധമാണ്. നമ്മളെല്ലാവരും ബിസിനസ് തുടങ്ങാൻ പോകണമെങ്കിൽ എന്ത് വേണം? ആ ഒരു സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു പേര് വേണം. നെയിം ഓഫ് ദ ഫോം ഒന്നാമത്തത്. രണ്ടാമത്തതോ നേച്ചർ ഓഫ് ദ ബിസിനസ്, ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ് അല്ലേ? ബിസിനസിന്റെ ലൊക്കേഷൻ വേണ്ടേ? ബിസിനസിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ബിസിനസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് വേണം. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ദ ബിസിനസ്, ബിസിനസ് എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് വേണ്ടേ? പിന്നെയോ ഇൻവെസ്റ്റ്മെന്റ് ഈച്ച് ബൈ ഈച്ച് പാർട്ട്നേഴ്സ് അല്ലേ? എന്താ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം നിക്ഷേപിക്കുന്നുണ്ട് അല്ലേ? ഓരോ പങ്കാളികൾ എത്ര നിക്ഷേപിക്കുന്നുണ്ട്? നമ്മളിപ്പോ 4 ആളെ കൂടിയിട്ട് ബിസിനസ് തുടങ്ങുകയാണ്. അവിടെ ഞാൻ 10,000 കൊണ്ടുവന്ന്, മറ്റോ 20,000, അതിന്റെ അപ്പുറത്തുള്ള വീണ്ടും 10,000, അങ്ങനെ ഞാൻ എത്ര കൊണ്ടുവന്നിട്ട് മറ്റൊരു എത്ര കൊണ്ടുവന്ന്, എ എന്ന് പറഞ്ഞ ആൾ എത്ര കൊണ്ടുവന്ന്, ബി എത്ര കൊണ്ടുവന്ന്, സി എത്ര കൊണ്ടുവന്ന് ഒക്കെ എഴുതി വെക്കണം. ആ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് കരാറെന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ ഒരാളെത്ര കൊണ്ടുവന്ന്, ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ട്, ഈച്ച് പാർട്ട്നേഴ്സ് തന്നെ പറഞ്ഞിട്ടോ ഓരോ ആളുകളും കൊണ്ടുവന്ന എത്രയാണ് എന്ന് എഴുതി വെക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, അഞ്ചാമത്തതോ പ്രോഫിറ്റ് ആൻഡ് ലോസ്, എങ്ങനെ ലാഭമായ എങ്ങനെ വീതിക്കണം, നഷ്ടമായ എങ്ങനെ വീതിക്കണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെയോ നെക്സ്റ്റോ ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് പാർട്ട്നേഴ്സ് അല്ലേ? പാർട്ട്നേഴ്സിന്റെ ഡ്യൂട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ പാർട്ട്നേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ചുമതലകള്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? നമ്മളെല്ലാവരും ബിസിനസ് തുടങ്ങുകയാണ്. ബിസിനസ് തുടങ്ങിയിട്ട് 4 ആളുള്ള ബിസിനസ് ആണെന്ന് വിചാരിച്ചോ. 4 ആളുള്ള ബിസിനസ് ആണെങ്കിൽ അതിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ബിസിനസിന് അവിടെ അയാൾക്ക് വേറെ എന്തോ ജോലി ഉണ്ടെന്ന് വിചാരിച്ചോ. അയാൾക്ക് ബിസിനസ്സിൽ നോക്കാനുള്ള സമയമില്ല. ബാക്കിയുള്ള 3 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുക്കണം. ഒരാൾ അക്കൗണ്ട്സ് നോക്കിക്കോട്ടെ, ഒരാൾ സെയിൽസിൽ നിന്നോട്ടെ, മറ്റേ ആൾ പർച്ചേസ് ചെയ്യാൻ പോയിക്കോട്ടെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് അതും എന്ത് ചെയ്യണം? നമ്മൾ പങ്കാളിത്ത കരാറിൽ അല്ലെങ്കിൽ പ്രമാണത്തിൽ നമ്മൾ എഴുതി വെക്കണം എന്നാ പറഞ്ഞത്. പിന്നെയോ നെക്സ്റ്റോ വിഡ്രോവൽ അല്ലേ? സാലറി ആൻഡ് വിഡ്രോവൽ ഫോർ ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് ആർക്കെങ്കിലും സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എഴുതി വെക്കണം. പിന്നെയോ ഓഡിറ്റിംഗ് ആണ് അല്ലേ? റിട്ടയർമെന്റ് പാർട്ട്നേഴ്സ് ആരെങ്കിലും റിട്ടയർമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. അതൊന്നും ജസ്റ്റ് വായിച്ചോളാം. എത്ര ഉണ്ട് നിങ്ങളതിൽ? അത് 16 ടെക്സ്റ്റില് 16 ഉണ്ട്. ശരിക്കും 16 എണ്ണം വേണം. 11 ഉള്ളു. ഓക്കെ, ഞങ്ങള് 11 എണ്ണത്തിൽ 2 വർഷം വായിച്ചു നോക്കി. 5 എണ്ണം പോരാ. പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് 16 എണ്ണം ഉള്ളതിൽ 11 ആക്കി തന്നിട്ട് ഇവിടെ എന്തായാലും പഠിക്കണ്ടേ? ഇപ്പൊ തന്നെ പഠിക്കണേ. ഓരോരുത്തരും ഞാൻ ചോദിക്കും. അപ്പൊ ചോദിക്കും. ജോലി കൂടി ചെയ്യുന്നുണ്ട്. കോഫി തരണം, നിങ്ങൾ സാലറി തരണം. നോക്കിയോ?
ഇതിൽ ഏതെങ്കിലും അറിയാത്തുണ്ടോ? ഇല്ല, ഇതാണ് സുഖം. പോയിന്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് പറയട്ടോ. ഫസ്റ്റ് എന്താ വേണ്ടി? രണ്ടാമത്തതോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലൊക്കേഷൻ, പിന്നെ പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് അല്ലേ? എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏത് രൂപത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ അപ്പൊ അതിന് പറയണ്ടല്ലോ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താ പറയാനുള്ളത്? അടുത്തെന്താ? സഹകരണ സംഘം. നേരെ നോക്കി കേട്ടോ. സഹകരണ സംഘങ്ങൾ എന്താണെന്ന് പറയാൻ പോലെ സഹകരണ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആദ്യം ഒന്ന് പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ ബ്രേക്കിന് മുന്നേ പറഞ്ഞ എന്താ? സഹകരണ സംഘം എന്ന് പറഞ്ഞാല് മെമ്പേഴ്സിന് ഉണ്ടല്ലേ, അവരെ മെമ്പേഴ്സിന് എന്തുണ്ട്? സർവീസ് ആണ്, സേവനം ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള ഒരു സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? നേരെ ഇരിക്കുന്നാല് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. അടിക്കാണ് താഴെ എഴുതിക്കട്ടോ, താഴെ എഴുതിക്കോ. എത്രാമത്തെ? It is a voluntary association of person. It is a voluntary association of person. Voluntary association of person join together. It is a voluntary association of person who join together with the motive of welfare of its members. ക്ഷേമത്തിന് വേണ്ടി കേട്ടോ, വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. നേരെ മലയാളം എഴുതിക്കോ. അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വ്യക്തികൾ സ്വമേധയാ കൂടിച്ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. വ്യക്തികൾ സ്വമേധയാ കൂടിച്ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സംഘങ്ങൾ. അതിൽ ലാഭം ഉണ്ടാവും, കൂടുതൽ ലാഭം ഉണ്ടാവില്ലെന്നുള്ളൂ. സാധാരണ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ പലിശ കുറവായിരിക്കില്ല. അത് കിട്ടിയില്ലേ? ബാങ്കില്ലേ കോപ്പറേറ്റീവ് ബാങ്കുകൾ? ആ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ മറ്റ് ബാങ്കിനെക്കാട്ടിലൊക്കെ പലിശ വളരെ കുറവായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം അതിന്റെ മെമ്പേഴ്സിന് എന്തുണ്ട്? എന്തെങ്കിലും ഒരു സേവനം ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് നോക്കുന്ന സംഘങ്ങളാണ് സഹകരണ സംഘങ്ങൾ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്ക്. അങ്ങനെ പേരുണ്ടാവും, കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കുകൾ. കേട്ടോ? നിങ്ങളൊക്കെ നാട്ടിൽ ഉണ്ടാവോ? കണ്ടിട്ടോ? ഓക്കെ. ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്താ പറഞ്ഞേ? ഫീച്ചേഴ്സ് പറഞ്ഞോ? ഓക്കെ, ഫീച്ചേഴ്സ് എഴുതിക്കോ. സ്വമേധയാ ഉള്ള അംഗീകാരം അല്ലെങ്കിൽ അംഗത്വം, വോളണ്ടറി മെമ്പർഷിപ്പ്. ആർക്ക് എപ്പോ വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം, വോളണ്ടറി മെമ്പർഷിപ്പ്, സ്വമേധയാ ഉള്ള അംഗത്വം. ആരും പറയൊന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ലീഗൽ സ്റ്റാറ്റസ് ആണ് നിയമവാഴ്ച അല്ലെങ്കിൽ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ടായിരിക്കാം. പദവി എന്ന് പറയാം ലീഗൽ സ്റ്റാറ്റസ്. നിയമപരമായ പദവി. ഈ നിയമപരമായിട്ടുള്ള പദവി പറഞ്ഞാൽ എന്താ പറയുക? രജിസ്ട്രേഷൻ ആണ് കേട്ടോ അവിടെ പറയുന്നത്. രജിസ്റ്റർ ചെയ്യണം. നമ്മൾ രജിസ്റ്റർ ചെയ്യാതെ നമ്മൾ അവിടെ രജിസ്ട്രേഷൻ നടത്തണം എന്നാണ് പറയുന്നത് കേട്ടോ. ലിമിറ്റഡ് ലാബിലിറ്റി, പരിമിതമായിട്ടുള്ള ബാധ്യതകൾ, ലിമിറ്റഡ് ലാബിലിറ്റീസ്. കൺട്രോൾ ആരാ നിയന്ത്രിക്കാരോ? എലക്റ്റഡ് കമ്മിറ്റി. The cooperative society is controlled by elected managing committee.
അംഗങ്ങൾ തെരഞ്ഞെടുക്കുന്ന മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും അതായിരിക്കും ഇതിന്റെ പ്രവർത്തനം. ഓക്കെ, അലൈൻ ചെയ്താൽ മതി. അലൈൻ ചെയ്തു. സേവനം നമ്മൾ പറഞ്ഞില്ലേ, സർവീസ് മോട്ടീവ് ആണ്. സേവനം നിർബന്ധമാണ് അല്ലേ? സേവനം സർവീസ് മോട്ടീവ് ആണ്. പ്രവർത്തനം മാനേജിംഗ് കമ്മിറ്റി, അത് എലക്ടഡ് ബോഡീസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ അംഗങ്ങൾ തെരഞ്ഞെടുത്ത മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും. ഇലക്ടഡ് മാനേജിംഗ് കമ്മിറ്റി. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി എന്താ വേണ്ടി? അതിൽ വേറെ എന്തോ വരട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു നമ്മൾ 7 ലക്ഷം പറഞ്ഞു. എത്ര പോയിന്റ് ആയി? 5 പോയിന്റ് ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ. അടുത്ത എന്താ പിന്നെ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലേ? അപ്പൊ ഇതില് പാർട്ണർഷിപ്പ് കഴിഞ്ഞില്ലട്ടോ. പാർട്ണർഷിപ്പിൽ ഒരുപാട് സാധനം ഉണ്ടായി. പാർട്ണർഷിപ്പിന്റെ ടൈപ്പ് കാര്യമൊക്കെ ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ടൈപ്പ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയതാട്ടോ. കോപ്പറേറ്റീവ് അല്ല, അതൊക്കെ എടുക്കാണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയത് എന്തായാലും കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിഫറെന്റ് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ട്. അതുപോലെ പാർട്ണർഷിപ്പ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് പാർട്ണർഷിപ്പ് ഉണ്ട്. ആക്റ്റീവ് പാർട്ണർ, സ്ലീപ്പിംഗ് പാർട്ണർ, ഡോമിൻ പാർട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പാർട്ണേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോരോ ആൾക്ക് നമ്മൾ ഒഴിവാക്കിയതാ, ഫോക്കസ് ഏരിയ ഇല്ലാത്തതുകൊണ്ട്. നെക്സ്റ്റ് ചെയ്തിക്കോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി Joint stock company. Joint stock company. Okay, എന്താണ് joint stock company? ആർക്കെങ്കിലും അറിയോ? എന്താ? രണ്ട് കമ്പനി ഒരു കാര്യം ചെയ്യും. നിങ്ങളെ ഈ ഫോക്കസിന്റെ സാധനല്ലേ, ഫോക്കസ് ഏരിയന്റെ അത് വായിക്കുന്നിട്ട് ഒരാൾ പറയും എന്താണ് joint stock company? വായിച്ച് നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് അത് വായിച്ചോട്ട് എന്താണ് കമ്പനിയാവും. Association of many persons who contribute money from the common stock and employees in the എന്താണ് ഒരാളെ വായിക്കും. മലയാളം ഒരാൾ വായിച്ച ഒരാൾ ആരെങ്കിലും ഒരാൾ ഞാൻ വായിക്കും. ആരെങ്കിലും ഒരാൾ മലയാളം വായിക്കാൻ അറിയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പണമോ അല്ലെങ്കിൽ പണത്തിന് മൂല്യമുള്ള എന്തെങ്കിലും, അതായത് സ്റ്റോക്കാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സ്റ്റോക്കാണ് എന്താ അറിയില്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് കിട്ടുമോ? കേട്ടില്ലേ? ഇപ്പൊ കുറെ ആൾക്കാർ എന്തുണ്ട് നമ്മളെ നമ്മളെ ഫോണിലൊക്കെ ചിലപ്പോ ഉണ്ടാവും അപ്സ്റ്റോക്സ് ഉണ്ട് അല്ലേ? ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് പൈസ ഉണ്ടല്ലോ. നിഫ്റ്റി ഇട്ടുണ്ട്. പൈസ കിട്ടേണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ് നല്ല സംവിധാനമാണ്. അതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ നിങ്ങളോട് ചോദിച്ചാൽ മതി. എത്ര പൈസ വേണ്ടി? കേട്ടോ എത്ര കിട്ടി? 900 സംതിങ് കിട്ടി. ഇപ്പൊ കുറെ ആൾക്കാർ നമ്മളെ കഴിഞ്ഞ ലോക്ക്ഡൌൺ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞ വർഷം, ആ വർഷം മുതലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്കിന് വാല്യൂ ആയിട്ട് വന്നത്. അതായത് വേറെ എല്ലാവരും വെറുതെ സമയം അല്ലെ, എല്ലാവരും വെറുതെ സമയം ആ സമയത്ത്. അപ്പൊ ഓരോരോ യൂട്യൂബിന്റെ ചാനലും അടിപൊളിയൊക്കെ കണ്ടിട്ട് ഈ പല എന്താ ആപ്ലിക്കേഷൻസ് ഇറങ്ങി സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ. ഓരോ കമ്പനീന്റെ സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് സ്പോട്ടിലായി കുറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുന്നത് അവർക്ക് പറഞ്ഞുതരും. സ്റ്റോക്കിന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് സ്പോട്ട് ട്രേഡിങ്, അതുപോലെ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നമ്മൾ കൈവശം വെച്ചിട്ട് പിന്നീട് പിറ്റത്തെ ദിവസം വിൽക്കുന്നുണ്ട്. അത് നമ്മൾ കൈവശം വെച്ചിട്ട് 5 മാസം കഴിഞ്ഞ് വിൽക്കുന്നുണ്ട്. പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്തുണ്ടല്ലോ പറഞ്ഞില്ലേ, അവൻ 1000 രൂപ ആകെ വാങ്ങിയിട്ടുള്ളൂ. അതിൽ 750 രൂപന്റെ വിറ്റ സമയത്ത് 950 കിട്ടി. ബാക്കി 250 സ്റ്റോക്ക് വേണ്ടി കഴിഞ്ഞിട്ട് 220 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് വേണ്ടി കിട്ടി. അങ്ങനെ മൊത്തം പ്രോഫിറ്റ് ഒരു ദിവസം 1000 തന്നെ, ഒരു ദിവസം 50,000 1 ലക്ഷം ഒക്കെ സ്റ്റോക്കിലേക്ക് ഇറക്കുന്ന ആളുകളുണ്ട്.
ആ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, അതിൻ്റെതായിട്ടുള്ള പ്രോഫിറ്റ്. ഒരു സ്റ്റോക്കിന്റെ മുകളിൽ 2 രൂപ കിട്ടുന്നത്, ഒരു സ്റ്റോക്കിന്റെ മുകളിൽ 20 രൂപ കിട്ടുന്നത്, അങ്ങനെ പല രൂപത്തിലുണ്ട്. ഇപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് അവിടെ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യം ഉള്ളത് പറയുകയാണെങ്കിൽ അവിടെ സ്റ്റോക്കാണ് ഉദ്ദേശിച്ചത്. ഈ 2 സാധനങ്ങളാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് ജസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കിക്കോ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയാം, കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പെർപെച്വൽ സക്സഷൻ. കോമൺ സീൽ എന്ന് പറയുന്നുണ്ട്. ആ കോമൺ സീൽ എന്ന് പറയാൻ പൊതുവായിട്ടുള്ള കാര്യം 2 കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പൈസ ക്യാഷും, അതുപോലെ മറ്റേത് ക്യാഷിന് തുല്യമുള്ള സ്റ്റോക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ പറയുന്നുണ്ട് ക്യാപിറ്റൽ ഈസ് എ കമ്പനി ഡിവൈഡഡ് ഇൻടു സ്മോളർ പാർട്ടീസ് കോൾഡ് ഷെയർസ്. ഷെയർ ആണ് നമ്മൾ പറയുന്നത്. ഷെയർ കിട്ടുന്നതാണ് ഷെയർസ് കിട്ടിയില്ലേ. അത് ഒരു ക്യാപിറ്റൽ, ഒരു കമ്പനിയുടെ 100 അല്ല 1000 രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ 1000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയറുകളായിട്ട് ഇത്ര ഷെയറുകളോ 50 ഷെയറുകളോ 20 ഷെയറുകളോ എത്ര വേണമെങ്കിലും ആക്കാം. അത് കമ്പനിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഷെയറുകളോ ആയിട്ട് വീതിക്കുകയാണെങ്കിൽ 2 കമ്പനികൾ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മൂല്യമുള്ള സംഭവങ്ങളാണെങ്കിൽ അതിനാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒരു വായിച്ചു നോക്കും. മലയാളത്തിലുള്ള ആൾ മലയാളം, ഇംഗ്ലീഷിലുള്ള ആൾ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആയിട്ട് വേഗം വായിക്കും, വേഗം പെട്ടെന്ന്. ഞാൻ ഒന്നുകൂടി പറയട്ടോ, ശ്രദ്ധിച്ചോ, വേഗം വായിക്കാം. ആദ്യം നിങ്ങൾ വായിക്കും, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എന്ന് പറയാണ് പണമോ പണത്തിന് തുല്യമായ വസ്തു എന്ന് പറയാണ് സ്റ്റോക്ക് ആട്ടോ അവിടെ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഷെയർ ആണ്. അതെന്ത് ചെയ്യും, പൊതുവായിട്ടുള്ള ഒരു നിധിയിലേക്ക് നിക്ഷേപിക്കുകയും അത് ഉപയോഗിച്ച് വ്യാപാരം നടത്തുക എന്ന് പറയാണ്. പൈസ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ പൈസക്ക് തുല്യമായിട്ടുള്ള സ്റ്റോക്കുകളോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇറക്കിയിട്ടോ അത് ഉപയോഗിച്ചിട്ട് വ്യാപാരം നടത്തുന്ന, കച്ചവടമോ ചെയ്യുന്ന, അതിൽ നിന്നുണ്ടാകുന്ന ലാഭമോ നഷ്ടമോ, അതിന് ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും. അപ്പൊ അത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും. ചെയ്യുന്ന നിരവധി ആളുകൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ എല്ലാവരും. ഞാൻ ഈ വായിച്ചിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കട്ടോ. പണമോ പണത്തിന് തുല്യമായിട്ടുള്ള വസ്തുക്കളോ പൊതുവായ നിധിയിലേക്ക് സ്ഥാപിക്കുകയോ, അതായത് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് സ്ഥാപിക്കുകയും അത് ഉപയോഗിച്ച് വ്യാപാരമോ അല്ലെങ്കിൽ കച്ചവടമോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ലാഭമോ നഷ്ടമോ ചെയ്യുന്ന കുറെ ആളുകൾ കൂടി ചെയ്യുന്ന സംവിധാനം, അതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി സംഘടന എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാണ് താഴെ. അതിന്റെ പ്രത്യേകത എന്തൊക്കെയുള്ളത് അത് വായിച്ചു നോക്കും. പ്രത്യേകത ഇല്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല, വായിച്ചാൽ മനസ്സിലാവും, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സ്റ്റോക്ക് എങ്ങനെ സ്റ്റോക്കോ, സ്റ്റോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിന്റെ ഇത്ര സ്റ്റോക്ക്, ഒരു കമ്പനിക്ക് മൂലധനമില്ലേ 12 ലക്ഷം ഉള്ള ഒരു കമ്പനിയാണ് വിചാരിച്ചത്. ആ കമ്പനിയുടെ ഷെയർ എന്ന് പറയുകയാണെങ്കിൽ എന്താ, ആ കമ്പനിയുടെ ഷെയർ 12 ലക്ഷത്തിന് ഡിഫറന്റ് ആയിട്ട് 12 ലക്ഷത്തിന് 12 ഷെയർ ആയിട്ട്, അപ്പോൾ ഒരു ഷെയറിന്റെ വില 1 ലക്ഷം, അങ്ങനെ 12 ഷെയർ ആയിട്ട് മാറ്റി. അതിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആ കമ്പനി എത്ര ഷെയർ വാങ്ങിയിട്ടുണ്ട്, എത്ര ഷെയർ വിറ്റിട്ടുണ്ട്. കമ്പനി പറയുകയാണെങ്കിൽ 10 ഷെയർ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഷെയർ ആയിട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കി 2 എന്ന് പറയുന്നത് അതാണ് സ്റ്റോക്ക്. കമ്പനിയുടെ കയ്യിലുള്ള ബാക്കിയല്ലേ, അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ കമ്പനിന്റെ പൈസയോ അല്ലെങ്കിൽ ആ പൈസക്ക് മൂല്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഷെയറുകൾ, അതാണ് ഉദ്ദേശം, അതാണ് ജോയിന്റ് സ്റ്റോക്ക്. അങ്ങനെ ഇവര് കമ്പനി ആ കമ്പനിന്റെ പൈസ അല്ലെങ്കിൽ പൈസക്ക് മൂല്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടത്തിലേക്ക് ഇറക്കിയിട്ട് അതിൽ കിട്ടുന്ന ലാഭവും നഷ്ടവും അത് കുറെ ആളുകൾ കൂടി ചെയ്യുകയാണെങ്കിൽ അതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. പറയാം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അവർ പ്രത്യേക വ്യക്തിയെ കമ്പനിയെ പറയാം, ഓരോ ഇടുമ്പോൾ അതന്നെ ഞാൻ പറഞ്ഞു. അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നില്ല. അതിന്റെ കാര്യം ഈ എന്ത് ചെയ്യുന്നല്ലോ, നമുക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് 100 രൂപ കമ്പനിയുടെ വാല്യൂ, അല്ലെങ്കിൽ 100 രൂപന്റെ 8 ഷെയറുകൾ ഈ പുറത്തേക്ക് വിളിച്ചു. ബാക്കി എൻ്റെ അടുത്ത് എത്ര ഉണ്ട്, 8 ഷെയർ കിട്ടി. 8 ഷെയറിന് ഒരു ഷെയറിന്റെ കാര്യം 10 ആണ് ഉള്ളത്. 10 × 10 100 അതിൽ 8 കൊടുത്തു. അപ്പോൾ എത്ര രൂപയുടെ ഷെയർ കൊടുത്തു, 80 രൂപയുടെ ഷെയർ കൊടുത്തു. ബാക്കി എൻ്റെ കയ്യിൽ 20 രൂപ. അതാണ് എൻ്റെ കയ്യിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്കും എൻ്റെ കയ്യിലെ സ്റ്റോക്കും എൻ്റെ കയ്യിലെ പൈസയും പുറത്തേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് 50 ലാഭം ഉണ്ടാക്കണം. കുറേ ആൾക്കാർ പോയിട്ട് വാങ്ങാൻ വരും, ഞാൻ വരുമ്പോൾ കുറേ ആൾക്കാർ വരും. അങ്ങനെയുള്ള സംവിധാനമാണ് ചോദിച്ചത്. റെഡിയാണോ? ഓക്കെ അല്ലേ? കുറേ ആൾക്കാർ ഇവിടെ നല്ലേ ഇവിടെ എത്തിയപ്പോ
അത് കിട്ടിയില്ലല്ലേ? ആവുന്നുള്ളൂ. അത് പിന്നെ ക്രെഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ ഡെബിറ്റിലാണല്ലേ, കുറച്ച് ടൈം എടുക്കും ക്രെഡിറ്റ് ചെയ്യാൻ. ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആയിക്കോളും. സ്റ്റോക്ക് അങ്ങനെ ഉണ്ടാവും. ഡെയിലി സ്റ്റോക്ക് അപ്പൊ ഈ പറയുന്ന കുറെ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം ഇതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? പോസ്റ്റ് ഓഫീസിൽ എങ്ങനെയാ നിയന്ത്രണം എന്ന് പറഞ്ഞേ? കമ്പനി ഉടമസ്ഥതയിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ പറയട്ടോ. അതിന്റെ സവിശേഷതകൾ എന്താന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. അടുത്ത കാര്യം നെക്സ്റ്റ് എന്താ പറയാനുള്ളത്? ബാധ്യതകൾ ഉണ്ടല്ലേ? അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേറെ എന്താ പറയാനുണ്ടോ? പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. നേരെ താഴെ എഴുതിക്കോ, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. എന്താണ് പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി? അതെന്തോ അതിലുണ്ടോ? തന്നെ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി അതിലുണ്ട്. അത് വായിച്ചാൽ മതി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പബ്ലിക് കമ്പനി പറഞ്ഞാല് എന്താ? പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? പൊതു സ്വത്ത് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കമ്പനികളാണ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞത്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറയാം. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നടത്തിക്കൊണ്ടുപോകണോ, അതുപോലെ ഇത് മാനേജ് ചെയ്യുന്ന ആരാ? പ്രൈവറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയാണ്. അതാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. അത് നടത്തിക്കൊണ്ടുപോകുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളാണ്. പബ്ലിക് കമ്പനി പറഞ്ഞാലോ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കമ്പനികളാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൊടുക്കുന്നത്. എത്ര ഡിഫറൻസ് എന്തിന്? അഞ്ചെണ്ണം തന്നില്ലേ? അതിൽ ആദ്യത്തെ കണ്ണിയുള്ള വായിച്ചാൽ മതി. ഫസ്റ്റത്തെ എത്ര മെമ്പേഴ്സ് വേണമെന്നല്ലേ? അങ്ങനെ എത്ര ആൾക്കാരല്ലേ? കുറഞ്ഞത് ഏത് കമ്പനിയാ? പബ്ലിക് കമ്പനിക്ക് കുറഞ്ഞത് 7 ആളുകളെങ്കിലും വേണം. പ്രൈവറ്റ് ആണെങ്കിലോ എത്ര വേണമെങ്കിലും ആവും. പബ്ലിക് കമ്പനി മിനിമം അല്ല, കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ മിനിമം ആണ് ഉദ്ദേശിച്ചത്. മിനിമം എത്ര ആള് വേണം? 7 ആളുകൾ വേണം. പ്രൈവറ്റ് ആണെങ്കിലോ പ്രൈവറ്റിന് പറയണോ? ഓക്കെ, മാക്സിമം മിനിമം എത്ര പറഞ്ഞേ? മിനിമം 2, മാക്സിമം 200. ഓക്കെ, രണ്ടാമത്തേത് എങ്ങനെയായിരിക്കും? പബ്ലിക്കിന് എങ്ങനെ? 3 ആളുകൾ അല്ലേ? പിന്നെയോ പ്രൈവറ്റിന് 2. എന്താ ഈ പറയുന്നത്? ഡയറക്ടേഴ്സ് അല്ലേ? ഓക്കെ, ഡയറക്ടേഴ്സ് എന്നാരോ? ഓക്കെ, പിന്നെ എത്രണ്ട്? നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? ഓക്കെ, സൂചിക എന്താ? ഇൻഡെക്സ് എന്താ അറിയോ? ഇൻഡെക്സ് നിങ്ങള് നോട്ട്ബുക്ക് ഉണ്ടായില്ലേ? നോട്ട്ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ ഇൻഡെക്സ് കാണുന്നില്ലേ? അവിടെ നമ്മള് SL നമ്പർ, അതുപോലെ ഡീറ്റെയിൽസ്, അതുപോലെ കുറെ കാര്യങ്ങൾ കാണുന്നില്ലേ? ആ ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് ആ കമ്പനിന്റെ ഡീറ്റെയിൽസ്, അവിടെ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം, മാനേജറും അറിയണം, അതുപോലെ അവിടെ ഉള്ള ആളുകളും. ഇപ്പൊ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൂചിക എന്ന് പറഞ്ഞാൽ ഷെയർ എന്ന് പറയുന്നുണ്ട് വേറെ രീതിയിൽ. ഷെയർ എന്ന് പറയുന്നത് നമ്മൾ എക്കോണമിക്സിലൊക്കെ പഠിക്കുന്ന രീതി. സൂചിക എന്ന് പറയുന്നത് ഷെയർ എന്ന് പറയുന്നത്. മലയാളം നമ്മൾ പറയില്ല, എക്കോണമിക്സിൽ ഇംഗ്ലീഷാണ് പറയുന്നത് അല്ലേ? എക്കോണമിക്സ് മലയാളം പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇൻഡെക്സിൽ എന്താ പറഞ്ഞത്? ഒന്ന് നിർബന്ധമാണ്. ഏതിനാ നിർബന്ധം? പബ്ലിക് കമ്പനി ആണെങ്കിൽ അവിടെ ഇൻഡെക്സ് നിർബന്ധമാണ്. പിന്നെയോ നിർബന്ധമല്ല, പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യണ്ട് ചെയ്യാൻ പറയാറുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം വേണം. സൂചിക എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് എന്തെങ്കിലും വേണം. പിന്നെ അടുത്തത് ഓഹരി കൈമാറ്റം. ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അത് പബ്ലിക് കമ്പനി ആണെങ്കിലോ നിയന്ത്രണമൊന്നുമില്ല, നോ ലിമിറ്റില്ലേ? പക്ഷെ പ്രൈവറ്റ് ആണെങ്കിലോ അവിടെ നിയന്ത്രണമുണ്ട്. പിന്നെയോ പ്രോസ്പെക്ടേഴ്സ് എന്താ? പ്രോസ്പെക്ടേഴ്സ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെങ്കിൽ പ്രോസ്പെക്ടേഴ്സ് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇവിടെ ചേരാൻ പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള പരസ്യത്തിന്റെ ഒരു സാധനം തരേണ്ട ഒരു ബുക്ക് പോലെ കണ്ടോ? അത് ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ ഉണ്ടാവും, ആ സ്ഥാപനത്തിൽ എന്തൊക്കെ പ്രത്യേകതകള് കണ്ടോ? ഒരു വിവരങ്ങളൊക്കെ ബുക്ക് ഫോട്ടോസ് ഇവിടെ ഉണ്ടായല്ലോ. ഇവിടെ ഉണ്ട്. അതാണ് അപ്പൊ കമ്പനി ആ വിവരങ്ങൾ കൊടുക്കുന്ന ഒരു പരസ്യം പോലുള്ള സാധനം ഉണ്ടാവില്ല അല്ലേ? ഒരു ബുക്ക് ഉണ്ടാവും. ഈ ബുക്കിന് മറിച്ച് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഉണ്ടാവില്ല അവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണല്ലേ. നിങ്ങൾ ഏതെങ്കിലും കോളേജിലൊക്കെ ചേരാൻ പോവാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലേ? ആ പ്രോസ്പെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എന്ത് വേണം? പ്രോസ്പെക്ടേഴ്സ് വേണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താ വേണം? പ്രോസ്പെക്ടേഴ്സ് എങ്ങനെ പറഞ്ഞേ? ഏതാ പറഞ്ഞേ? ഇതാണ്
ഇതൊരു പ്രോസ്പെക്ടേഴ്സ് അല്ലേ? ഇതുണ്ടോ? ഈ കമ്പനിക്ക് എന്ത് വേണം? പ്രോസ്പെക്ടേഴ്സ് വേണം. ഇത് എന്തിനു വേണ്ടിട്ടാ? ഇത് കമ്പനി ഇതൊരു കോളേജാണ്. ഈ കോളേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അറിയണം. ആരെങ്കിലും വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്നാണ് ഉണ്ടാക്കിയത് അല്ലേ, ഇതിന്റെ എസ്റ്റിമേറ്റ് ഇത് കണ്ടില്ല, ഫുള്ള് കണക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ എന്ത് വേണം? പ്രോസ്പെക്ടേഴ്സ് വേണം. അപ്പൊ ആ ഏത് കമ്പനി ആണെങ്കിലും വേണം. പ്രൈവറ്റ് ആണെങ്കിൽ എന്ത് വേണം? പ്രോസ്പെക്ടേഴ്സ് വേണം. പിന്നെ പബ്ലിക് ആണെങ്കിലോ? ഓക്കെ, ഇത് അവിടെ എഴുതി വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. നേരായിട്ട് മോളിൽ എഴുതി വെച്ചോ, ING നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 or 5 മാർക്കിന് എക്സാമിന് സാധാരണ രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി? എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നോക്കിയോ, ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ, ശ്രദ്ധിച്ചോ. വാട്ട് യു മീൻ ബൈ sole proprietorship and explain its merit and demerit? എന്താണ് ഏകാംഗ വ്യാപാരം, അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അതിന്റെ ഡീമെറിറ്റ് ദോഷങ്ങൾ എന്തെല്ലാമാണ്? ഏതായാലും എന്താണ് പങ്കാളിത്തം? എങ്ങനെ? മെറിറ്റിന് നേരെ വിപരീതമാണ് ഡീമെറിറ്റ് എന്ന് പറഞ്ഞത്. വേണം വിശദീകരിക്കണം. അതെങ്ങനെ ഞാൻ പറയാം. 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ 1, 2, 3 ലൈനിൽ ഇപ്പൊ മലയാളമൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വിവരിക്കാൻ പറ്റും. അപ്പൊ 4 or 5 പോയിന്റ്സുകൾ എഴുതിയതിനു ശേഷം ഓരോ പോയിന്റ്സ് എന്ത് ചെയ്യാം, വിശദീകരിക്കാം. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരു 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ശേഷം വാട്ട് ഈസ് മീൻ ബൈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? അപ്പൊ ആദ്യം എന്ത് ചെയ്യാലോ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്നുള്ളത് നേരെ എഴുതി വെക്കാം. ഓക്കെ, ഏകാംഗ വ്യാപാരം എന്താണെന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് റെഡി കൊടുക്കാം, അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് ഓരോ ഫീച്ചേഴ്സ് 1, 2, അങ്ങനെ 5 എഴുതാം. അങ്ങനെ 5 ഒന്നെങ്കിലും അങ്ങനെ 5 എഴുതിട്ട് വീണ്ടും ഓരോന്ന് എടുത്തിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇനി 5 മാർക്കിനെ ചോദിച്ചതിന് ശേഷം ഈ രീതി essay ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫീച്ചേഴ്സ് ഓരോന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ കൊടുക്കാം. 5 മാർക്കിനാണ് ചോദിക്കുന്നത് ശേഷം ഫീച്ചേഴ്സ് ചെയ്തിട്ട് ഇപ്പൊ ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ത് ചെയ്യാം, ഈസി ഫോർമാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 2 കുത്തിട്ടിട്ട് നേരെ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എഴുതാം, ഇവിടെ എഴുതി അതേ മോഡൽ കൊണ്ട് എഴുതാം, തേർഡ് എഴുതാം, അതേ മോഡൽ എഴുതാം, അങ്ങനെ എഴുതാം. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ. നേരെ മറിച്ച് 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഫീച്ചേഴ്സ് ചെയ്തിട്ട് ഈ ഫീച്ചേഴ്സ് കൊണ്ട് താഴെ എടുത്ത് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അത് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇംഗ്ലീഷ് എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 1 or 2 ലൈൻ എന്ത് ചെയ്യാം, എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ പറയാണ് എന്താണ് എന്താ പറയാ ഫീച്ചേഴ്സ് ഏതെങ്കിലും എഴുതാൻ പറയാണ്. ഇംഗ്ലീഷ് എഴുതുന്ന ആളുകൾക്ക് എഴുതാൻ പറയാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഏതെങ്കിലും ഫീച്ചേഴ്സ് ഈസി ഫോർമേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഫീച്ചേഴ്സ് ഓഫ് എന്ത് ചെയ്യാം, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് റെഫേഴ്സ്, ഇത് പറയുന്നത്. എന്നിട്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഈസി ഫോർമേഷൻ ആണെങ്കിൽ അത് എഴുതിയിട്ട് അതെല്ലാം എഴുതി വെക്കാം. മലയാളം എഴുതുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. ഇത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ആദ്യത്തെ എന്താണ് പ്രത്യേകതയാണ്. ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈനാണ് കിട്ടി. ആ ലൈനിന്റെ താഴെ ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താണോ പറഞ്ഞാൽ അത് നേരെ എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെ വേണം എക്സാമിന് എഴുതാൻ. അപ്പൊ ഒരു ലൈനിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്താണ് എന്നുള്ളത് നേരെ ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ്, രണ്ടാമത്തെ എഴുതുമ്പോ ഇറ്റ് ഈസ് ദ സെക്കൻഡ്, തേർഡ് എഴുതുമ്പോ ഇറ്റ് ഈസ് ദ തേർഡ്. അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പറഞ്ഞ് പാർട്ണർഷിപ്പ് പറഞ്ഞ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മ കേട്ടോ. ഫസ്റ്റ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചില്ലേ, രണ്ടാമത് HUF പഠിച്ചു, മൂന്നാമതോ പാർട്ണർഷിപ്പ്, നാലാമത്തതോ ഓപ്പറേറ്റർഷിപ്പ്, അഞ്ചാമത്തതോ. ഈ 5 കാര്യങ്ങൾ അല്ലാണ്ട് വേറെ കാര്യം കൂടി പഠിച്ചെന്താ, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനി. 2 ചാപ്റ്റർ ആയിട്ടോ, 2 ചാപ്റ്റർ ആയി. ഇനി ഇതൊന്ന് ജസ്റ്റ് 2 മിനിറ്റോടെ അല്ല 5 മിനിറ്റോടെ വായിച്ചു നോക്കി. ഇതിൽ ഏതെങ്കിലും പറയണമെന്നില്ല, ഒന്ന് വായിച്ചു.